45 പേരുമായി വിനോദയാത്ര പോവുകയായിരുന്ന ബസ്സിന് തീപിടിച്ചു. പിന്നിലെ ടയർ പൊട്ടി പുകയുയർന്നതോടെ വാഹനം നിർത്തി എല്ലാവരെയും പുറത്തിറക്കി രക്ഷപ്പെടുത്തി. വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. കോട്ടയം മുണ്ടക്കയത്താണ് തീപിടുത്തമുണ്ടായത്. വിനോദയാത്രാ സംഘം മധുര സന്ദർശിച്ച ശേഷം മുണ്ടക്കയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോഴാണ് ബസിന്റെ പിൻവശത്തെ ടയർ പൊട്ടിയത്. ഉടൻ വാഹനം നിർത്തി പരിശോധന നടത്തുമ്പോൾ പുക ഉയർന്നു. ഉടൻ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കം 45 യാത്രക്കാരെയും പുറത്തിറക്കി. മിനിറ്റുകൾക്കുള്ളിൽ തീ ആളിപ്പടർന്നു. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഭൂരിഭാഗം യാത്രക്കാരുടെ ലഗേജുകളും കത്തിപ്പോയി. കോട്ടയം സ്വദേശികളുടെ മോക്ഷ എന്ന ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിനിരയായത്. മലയാളം ടെലിവിഷൻ, കോട്ടയം. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.